നമുക്ക് ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോകാം. നോക്കാം, എന്റെ കയ്യിൽ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുട്ടികൾ ഒരു ഭയങ്കര കുട്ടികൾ അതൊക്കെ ഉണ്ടെന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് പറ്റിയ കുറെ ഐറ്റംസും ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒക്കെ തന്നെയാണ്. ഇപ്പൊ കളിക്കാനൊക്കെ പോകും, പക്ഷെ ചുമ്മാ അങ്ങനെ കളിയൊന്നും തരില്ല. ഉത്തരം ചോദിക്കും, കറക്റ്റ് യെസ് ഓർ നോ ആൻസർ പറയണം. തെറ്റിച്ചാൽ പനിഷ്മെന്റ് ഉണ്ട്, ശരിയാക്കിയാൽ ഗിഫ്റ്റ് ഉണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് പോണത്. ഭാര്യയും ഭർത്താവും ഓരോ ബോർഡൊക്കെ പിടിച്ചോ. പിടിച്ചോ, അതവിടെ വെച്ചോ. ഇത് തന്നെ വെക്കണം. കോപ്പി അടിക്കാൻ പറ്റൂല. ഇല്ല, റൂൾ നമ്പർ 1. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ കറക്റ്റ് ആൻസർ എലാബറേറ്റ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് വേർഡ് എഴുതിയാൽ മതി. ബാക്കി നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതി കഴിയുമ്പോൾ അതിനെ കുറിച്ച് ബ്രീഫ് ചെയ്യാം. ഓക്കെ, മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. എക്സാം ഇങ്ങനെ ഇരുന്ന് എഴുതിയിട്ടുണ്ടോ? ഇത്രയും സ്ട്രെസ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോലും ഉണ്ടാവാറില്ല. ഒരു വീഡിയോ റീൽ കണ്ടിട്ടുണ്ട്. എക്സാമിന് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോയിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പാട്ട് ഏതായിരുന്നു? ചിമി ചിമി മിന്നി തിളങ്ങുന്ന വാരുളിക്കണക്ക്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? അങ്ങനത്തെ പാട്ടുകൾ ഇവിടെ ഒന്നും പറ്റില്ല. കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ഒരു അവധി ദിവസം കിട്ടിയാൽ അപർണ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് പെയിന്റിംഗ് വർക്ക് തീർക്കാനായിരിക്കും? റെഡി. അങ്ങനെ പെൻഡിങ് ആയിട്ട് അവൾ എഴുതി കഴിഞ്ഞു. എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? വലുതായിട്ട് എഴുതണം, അത്രേ ഉള്ളൂ. എഴുതി കഴിഞ്ഞു. നോക്കട്ടെ, രണ്ടുപേരും ടേൺ ചെയ്തേ. ക്ലീനിങ് വാഷിംഗ് ഡിഷസ്. പാത്രങ്ങളൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാനങ്ങനെയാ. ചില സമയങ്ങള് നമ്മൾ തമ്മിൽ എപ്പോഴും അടിയാ പാത്രം കഴുകാൻ. അപ്പൊ ഇവളെന്തെന്ന് വെച്ചാല്, ഇവള് ആദ്യം 2 ദിവസം പറയും അയ്യോ ആകാശാട്ടാ എനിക്ക് വയ്യ, ഇന്ന് വേണ്ട നാളെ ചെയ്യാം. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പറയും നിങ്ങളാണ് ഈ പാത്രങ്ങൾ മൊത്തം തിന്നിട്ടത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ കഴുകണം എന്ന് പറയും. 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് നിർത്തിയില്ലല്ലോ, അപ്പൊ ഞാൻ പിന്നെ അങ്ങ് കഴുകും. അപ്പൊ വീട്ടിലെല്ലാം ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവും ലഞ്ച് ബോക്സുകളാണ്. കാരണം എന്റെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ് അത്. ഈ ലഞ്ച് ബോക്സുകൾ ഇങ്ങനെ കൂട്ടി ഒരാഴ്ചത്തെ ഞാൻ കഴുകൂല. അത് അവസാനത്തെ ഒരു ദിവസം തിങ്കളാഴ്ച എനിക്കിപ്പോ ഒരു ലഞ്ച് ബോക്സ് വേണമെങ്കിൽ ഞാൻ എടുത്ത് കഴുകും എന്നുള്ളതല്ലാണ് എനിക്ക് ഇഷ്ടമല്ല ലഞ്ച് ബോക്സ് കഴുകും. നമ്മളെ ഈ എന്തായിരുന്നു ഇവരില്ലേ ബയോകെമിസ്ട്രി ചെയ്യുന്ന ആൾക്കാർ, മറ്റേ അവരുടെ പീട്രി ഡിഷിനകത്ത് ഇങ്ങനെ ഫംഗസിനെ വളർത്തൂലേ, അതേ വേണ്ട. ഒരു ഗ്ലാസ് ടപ്പറിനകത്ത് ഒന്നിന്റെ അകത്ത് പച്ച കളർ ഫംഗസ്, ഒന്നിനകത്ത് വെള്ള കളർ ഫംഗസ്. ഇത് കാണുമ്പോ അറച്ചിട്ടുണ്ടല്ലോ. ഒരു ആഴ്ച 2 ആഴ്ച കടന്ന ഫുഡ് ഉണ്ടാവില്ല. ഒന്ന് അറ്റ്ലീസ്റ്റ് ഫുഡ് തട്ടിയിട്ട് വരും, അത് പോലും ഇല്ല. അങ്ങനെ തന്നെ അതുപോലും ഞാൻ എന്റെ വീഡിയോയിൽ വളരെ മാന്യമായി കാണിക്കാറുണ്ട്. അല്ല, എന്തൊക്കെയോ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. ലഞ്ച് ബോക്സ് അതിൽ പെടൂല. അതാ ഇവക്ക് സ്പെസിഫിക് ആയിട്ടുള്ളതാ പറഞ്ഞത്. ഇവളുടെ അവൾക്ക് വേണ്ട പണ്ട് അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പം ഇപ്പം ഫ്രൈഡേ ലഞ്ച് ബോക്സ് കൊണ്ട് ഞാൻ എന്റെ ബാഗിൽ തന്നെ വെക്കും. എന്നിട്ട് തിങ്കളാഴ്ച അമ്മ ലഞ്ച് ബോക്സ് എവിടെയെന്ന് ചോദിക്കുമ്പോ നിനക്ക് ഓർമ്മ വരും, അപ്പൊ അത് കൊണ്ടു കൊടുക്ക. അന്നേ ഉള്ള സ്വഭാവമാണത്. ശ്രമിക്കുന്നുണ്ട് മാറ്റാൻ. ഡിഷ് വാഷർ ഇല്ല, നമ്മള് റെന്റഡ് അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമ്മളെ അപ്പാർട്ട്മെന്റിലെ ഡിഷ് വാഷർ ഇല്ല. അതായിരുന്നു എളുപ്പമുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു വീട് വാങ്ങുമ്പോ ആദ്യം ഞാൻ വലിയൊരു പ്രശ്നം അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഉത്തരം വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഭവം ഇപ്പൊ ചോക്ലേറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, ഞാൻ കീപ്പ് ചെയ്യാം. ക്ലാസ്സും ഇഷ്ടപ്പെട്ട കളർ എന്താ? എനിക്ക് ബ്ലൂ. എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം, പക്ഷെ ബ്ലൂ ആയതുകൊണ്ട് ഞങ്ങൾ തരില്ല. രണ്ടുപേർക്കും ഇഷ്ടമല്ലാത്ത നിങ്ങളെ കാണുമ്പോ അലേർട്ട് ഇട്ടിരുന്നോണം. റെഡ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്താ കളിന്ന് വെച്ചാൽ നിങ്ങക്ക് ഇഷ്ടം എന്താ? ബ്ലൂ അല്ലേ? ബ്ലൂ. എന്റെ ഇരിക്കുന്ന ബ്ലൂ. അല്ല വേണ്ട, ലേഡീസ് ഫസ്റ്റ്. നിനക്ക് എന്താ ഇഷ്ടം? ബ്ലാക്ക് ഇല്ല മോളെ. അപ്പൊ ബ്ലൂവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇത് ഇട്ട് തരും. ഞാൻ എങ്ങടെ ഇടുന്നതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങടൊക്കെ ചിലപ്പോ ഇങ്ങനെ ഇടും, ഞാൻ ചിലപ്പോ നിങ്ങളെ പറ്റിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടും. ഇത് നിങ്ങളുടെ ഗ്ലാസ്സിലേക്ക് നിങ്ങൾ ക്യാച്ച് ചെയ്തോണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും ഓരോ പോയിന്റ് തരാൻ പോവാണ്. മിടുക്കിക്കുട്ടനായിട്ടും മിടുക്കിക്കുട്ടിയായിട്ടും ഇത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് പിടിച്ചോണം. അവസാനം ഞങ്ങളുടെ ഇവിടുന്ന് ട്രോഫിയും കപ്പും സമ്മാനങ്ങളും എല്ലാം ഉണ്ട്. ഇത് കൊണ്ടേ പോവാവുള്ളൂ. അപ്പൊ ലേഡീസ് ഫസ്റ്റ്, മോളെ പിടിച്ചോണം. ഈശ്വര, മോനെ പിടിക്കണേ. കാരണവശാലും പിടിക്കരുത്. എങ്ങനെ ഇട്ടല്ലേ കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ അതിലേക്ക് വീഴാതിരിക്കാനേ നോക്കുള്ളൂ. പിടിച്ചു കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് പോയി, അതിങ്ങ് തന്നോ.
ഓക്കെ, അപ്പോൾ മോളെ സൂക്ഷിച്ചോ, മോൻ ഒരു പോയിന്റ് കൂടുതലാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഗപ്പടിക്കണം. ആഭരണ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല. റെഡി? അടുത്ത ചോദ്യം. ഇന്ന് ഈ ഇന്റർവ്യൂ ഷോ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോറിൻ ട്രിപ്പ് സമ്മാനമായി നൽകുന്നു എന്ന് കരുതുക. നമ്മുടെ പ്രൊഡ്യൂസറിലുണ്ട് കേട്ടോ, സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏത് രാജ്യമായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ഏത് രാജ്യം? നിങ്ങൾക്ക് ഏത് കൺട്രിയിലേക്ക് പോണം ഒക്കെ പ്രൊഡ്യൂസർ റെഡിയാക്കി തരും. നമ്മുടെ അപ്പൂസിനെ നല്ല രീതിയിലൊക്കെ വെച്ചാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് അപ്പൂസ് ടിക്കറ്റ് എടുത്ത് തരും. മതി എഴുതിയത്, ഏതെങ്കിലും ഒരു കൺട്രിയുടെ പേര് എഴുത്. എഴുതിയോ? അന്ന് എഴുതിയ തായ്ലൻഡ്. തായ്ലൻഡ് പോണം, ഒരാൾക്ക് സ്പെയിനിൽ പോണം. രണ്ടുപേരും രണ്ട് ഉത്തരവാണ്. തോറ്റു. അപ്പൊ അച്ചു ഇവിടെ പോയതുകൊണ്ട് ഞാൻ ഇപ്പൊ തായ്ലൻഡ് പോയിട്ടുണ്ട്. പറഞ്ഞു തായ്ലൻഡ് നല്ല സ്ഥലമാണ്, പോവണം. പക്ഷെ ഇപ്പൊ പോണ്ട, നല്ല ചൂടാ, അതുകൊണ്ട് അപ്പൊ നടന്നില്ല, ഉത്തരം തെറ്റി. അപ്പൊ പനിഷ്മെന്റ് ഒന്നുമില്ല. അയ്യോ പ്രൊഡ്യൂസർ പാവം കേട്ടോ, അല്ലെങ്കിൽ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ വരും അടുത്ത ടാസ്ക്. അറിയോ, പനിഷ്മെന്റ് കൊണ്ടുവരുന്ന ആളാണ്, നിങ്ങളെ വെറുതെ വിട്ടിരിക്കണം. ശരി, അടുത്തത്. കണ്ണൂര് നാട്ടിൻ പുറങ്ങളിൽ കെട്ടുന്ന 4 മണി പലഹാരങ്ങളിൽ ആകാശിന് ഇഷ്ടം ഏതായിരിക്കും? ആകാശിന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കണ്ണൂരുള്ള 4, ഞങ്ങളുടെ ഇവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴംപൊരി. നിങ്ങൾ എഴുതി കഴിഞ്ഞല്ലോ, നോക്കട്ടെ. കല്ലുമ്മക്കായ്. കല്ലുമ്മക്കായ് തന്നെയാണ്. കോഴിക്കോട് സൈഡിലാ പറയാ അരിക്കടുക്കാന്ന്. അതായത് കല്ലുമ്മക്കായ ബേസിക്കലി പച്ച കല്ലുമ്മക്കായനെ ഉരച്ച് വൃത്തിയാക്കി അതെ മസിൽ അതിൽ പക്ഷെ അരി നിറയ്ക്കോ? അരിക്കടുക്കാന്ന് അത് സ്നാക്കായിട്ട് കിട്ടും. അതിനെങ്ങനെയാ വെച്ചാല് ഇതിനാദ്യം വൃത്തിയാക്കി ഇതിനെ പൊളിക്കും. അതിനെ കുറച്ച് കടലിലെടുത്ത് മാറ്റി വെച്ച് കുറച്ച് അരിപ്പൊടിയും പെരുംജീരകവും ഈ കടലിലെ കുറച്ച് വെള്ളവും ചെറിയ ഉള്ളിയൊക്കെ കൊത്തി നുറുക്കി ഒരു മാവുണ്ടാക്കും. എന്നിട്ട് ഇതിന്റെ ഈ തുറന്ന മസിലിനുള്ളിൽ ഇത് നിറയ്ക്കും. എന്നിട്ട് ഇത് ആവി കയറ്റും. എന്നിട്ട് അതിനെടുത്ത് പിന്നെ കുറച്ച് നമ്മളെ മുളക്, മഞ്ഞള്, നമ്മളെ മീൻ പൊരിക്കുന്ന പോലെ മസാല ഇട്ട് പൊരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രയാങ്കിൾ ഷേപ്പിൽ നല്ല ടേസ്റ്റ്. ചെറിയ കടലിന്റെ രുചി, ചെറിയൊരു ബ്രൈൻ ടേസ്റ്റ്. അത് കണ്ണൂർ സ്പെഷ്യൽ ആണ് കല്ലുമ്മക്കായ്. അറിയോ? ഇല്ല, എനിക്കറിയില്ല, മൂപ്പർക്കറിയാം. ഞാൻ തിന്നാൻ മാത്രമേ ഉള്ളൂ ചില സാധനങ്ങള്. ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മള് കാനഡയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കിട്ടും. പക്ഷെ സ്പെസിഫിക് എന്താണെന്നറിയോ, ഇവിടുത്തെ കടൽ വെള്ളത്തിന്റെ ചോയാണെന്ന് അറിയില്ല. പക്ഷെ ആ ടേസ്റ്റ് മസിൽ അത് പെസിഫിക് വാട്ടർ, ഓക്കെ. അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആൻസർ പറഞ്ഞു. പാത്രം നോക്കട്ടെ, പിങ്ക് നോക്കട്ടെ. പിന്നെ ബോളിന് ഇവിടെ വേണ്ട. അതാണ് അപർണനെ വേണ്ട. ആകാശിനെയാണോ വേണ്ട നോക്കട്ടെ. ഞാൻ അങ്ങനെ തന്നെ എടുത്തേ. കണ്ട, പ്രൊമോഷനായിരുന്നു. തന്നെയാണ് ഇട്ടത്. മോളെ, എന്റെ കപ്പിൽ ഒരു ബോള് പോലും ഇല്ല. വേണ്ട, കുഴപ്പമില്ല. കേറിങ്ങ നിങ്ങള്. ഓക്കെ, നമുക്ക് ഇക്കാര്യം ഈ സെഗ്മെന്റ് കഴിയുമ്പോ സംസാരിക്കണം കേട്ടോ. കുട്ടിക്ക് പച്ചവെള്ളം കൊടുക്കുന്നില്ല, കഞ്ഞി കൊടുക്കുന്നില്ല, ഇതൊന്നും ഇല്ലാന്നൊക്കെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ആകാശത്തിന് വേണമെങ്കിൽ ആകാശം തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. അപർണയ്ക്ക് വല്ലാതെ സങ്കടം വന്ന് ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ ആകാശിന് ഗിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നത് എന്തായിരിക്കും? ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടം എഴുതാൻ പറ്റില്ല. ഫുഡ് ആണോ, അതോ സർപ്രൈസ് ഗിഫ്റ്റ് ആണോ, അതോ ഒരു പാടി കൊടുക്കാനാണോ? പാട്ട് പാടി കൊടുക്കാം, നല്ല ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇതിൽ ഏതായിരിക്കും? കഴിഞ്ഞു, നോക്കട്ടെ. ഫുഡ്. ഉത്തരം വീണ്ടും ശരിക്കും എന്താണെന്നറിയോ, പാട്ട് ഞാൻ പാടി കൊടുക്കും. പക്ഷെ ഇൻ ജനറൽ ഇവള് ഏറ്റവും അപ്സെറ്റ് ആയിരിക്കുമ്പോ ഒരു ബാർ ചോക്ലേറ്റോ ഒരു ടിന് ന്യൂട്രലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അവള്. പിന്നെ അത് തിന്നു കഴിയുമ്പോഴത്തേക്ക് ഉള്ള മൂഡ് തന്നെ. വിശപ്പിന്റെ അസുഖമുള്ള കുട്ടിയാവോ, അത് കൊടുക്കുന്ന നല്ല ഹൈപ്പർ ആക്കാനുള്ള ചോക്ലേറ്റ്
ഹൈപ്പർ ആക്കും. രാത്രിക്ക് ഒരു സ്പൂൺ നട്ടല്ല കൊടുത്തു നോക്ക്. ഒരു സ്പൂണോ ടിന്നറിലാന്ന് ഒരു ദിവസം തിന്നാ. അതല്ലേ ഞാൻ പറഞ്ഞു, ഇത്രയും ഹൈപ്പർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ അവള് രാത്രി നിങ്ങൾക്ക് പകലാക്കി ഹൈപ്പർ ആവില്ലേ വീണ്ടും. ഹൈപ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല, ബാലൻസ് ആയി പോവാറുണ്ട് പലപ്പോഴും. ആണല്ലേ? ഓക്കെ. അപ്പൊ പാട്ട് ഏതാണ് ആകാശ് പാടിത്തരാറുള്ളത്? പാട്ടെന്നാണല്ലോ അപർണ പറഞ്ഞത്. അത് എപ്പോഴാണ് പാടി തന്നിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് പാടും, നല്ലോണം പാട്ട് പാടും. എന്താ പാട്ട് പഠിക്കാൻ? ഒരു പാട്ട് കേട്ടിട്ട് എനിക്ക് എപ്പോഴും പാട്ട് ഇത് പാടി അത് പാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഇടയ്ക്ക് വല്ലാണ്ട് അപ്സെറ്റ് ആയി വരുമ്പോ കിളിക്കിപ്പം വരാൻ പാടാൻ പറയും, ഞാൻ അതാ പാടി കൊടുക്കാറ്. എന്റെ അമ്മ പാടുന്ന ഓർമ്മ വരും എനിക്ക്. എന്നാ നിങ്ങൾക്ക് ആ സീനൊന്ന് ഇനാക്ട് ചെയ്യാം. പിന്നെ വീഡിയോ റീൽസ് ചെയ്യുന്ന ആൾക്കാരാണ് ആ പ്രോപ്പർട്ടി ഒക്കെ സൈഡിൽ വെച്ചത്. ഞാനിങ്ങനെ വളരെ ജെനുവിനായി വിഷമായി ജോലി ഇന്നും നിന്റെ ജോലി പോയി മോളെ. ഇന്നാണ് എന്റെ ജോലി പോയത് പാട്ട് പാടാൻ. അല്ല ചിരിക്കല്ലേ, പിന്നെ അങ്ങനല്ല, ശരിക്കും ജെനുവിനായിട്ട് അഭിനയിക്കും. ജെനുവിനായിട്ട് ആകാശേട്ടാ ചില സമയം ജോലിയെല്ലാം പോയാൽ ചിരിക്കുക ചെയ്യാം. സത്യം, ടഫ് സിറ്റുവേഷൻ ഞാൻ ചിരിക്കും. മരിച്ച വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇവക്ക് ഇവളടക്കം ചിരിക്കാൻ തുടങ്ങും. അപ്പൊ അതെനിക്കൊന്നും എന്റെ ബ്രെയിൻ വല്ലാണ്ട് സ്ട്രെസ് ആകുമ്പോ ഇവള് ചിരിക്കും. ഒരു ദിവസം എന്റെ ഒരു ജോലി സ്ഥലത്ത് തീ പിടിച്ചു. അപ്പൊ തീ കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നായിരുന്നു അത് കണ്ടിട്ട്. എന്നിട്ട് ഞാൻ അവിടെയുള്ള ആൾക്കാരോട് പ്ലീസ് കെൻ യു ഗെറ്റ് ഔട്ട് പ്ലീസ് as fast as possible please get out. അപ്പൊ അവരെല്ലാരും നോക്കി ഇവക്ക് എന്താ മോനെ പറ്റിയ എന്റെ ബ്രെയിൻ പഠിക്കാൻ പോണത് വളരെ നല്ല കാര്യം. കാരണം എന്റെ ബ്രെയിനിന്റെ കോപ്പിംഗ് മെക്കാനിസം ചിരിയാന്ന് ചില സമയത്ത്. അപ്പൊ എത്ര ടഫ് സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഓക്കെ വിയർഡാണല്ലേ, വെരി വിയർഡ് പേഴ്സൺ. ഐ അഗ്രി. കൂൾ. ഓക്കെ ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ ആക്ട്. ഓക്കെ സാരല്ല പോട്ടോ. കിലുകി പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം മതി.